ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം 2019 ആഗസ്റ്റ് 8, 9, 10 ഈ 3 ദിവസങ്ങളിൽ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ഇപ്പോഴും പ്രോബ്ലം നടക്കുന്നുണ്ട്. ഇന്ന് 12-ാം തീയതി അല്ലെന്ന്, അതിന് 13-ാം തീയതി, ഇന്ന് 13-ാം തീയതി ചിലയിടങ്ങളിൽ ഇപ്പോഴും പ്രോബ്ലമാണ്. കാരണം ഫ്ലഡ് വന്നിട്ടുള്ള പ്രോബ്ലംസ്, അതേപോലെ തന്നെ ഉരുൾപൊട്ടൽ, അങ്ങനെ വയനാട് പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വാഹനങ്ങളിൽ വെള്ളം കയറി, അതേപോലെ തന്നെ വാഹനങ്ങൾ വെള്ളത്തിൽ കൂടെ ഓടിച്ചു വണ്ടി ഓഫായി, അതേപോലെ തന്നെ വാഹനങ്ങൾ വെള്ളത്തിൽ കൂടെ ഓടിച്ചു വണ്ടിക്ക് മിസ്സിങ് വന്നു തുടങ്ങിയ കാര്യങ്ങൾക്ക് സൊല്യൂഷനായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കതിനെ ഇപ്പോൾ ഷോറൂമുകാർ നമുക്ക് ഇപ്പോൾ ഫ്ലഡ് വണ്ടികളെ 3ആയിട്ട് തരംതിരിച്ചാണ്. എ ലെവൽ, ബി ലെവൽ, സി ലെവൽ, അതിന് 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചാണ്. നമുക്ക് ആദ്യം നമ്മൾക്ക് പോകേണ്ടത് ഫ്ലഡ് ഉണ്ടായ സമയത്ത് നമ്മൾ വണ്ടി ഓടിച്ചപ്പോൾ ഉണ്ടായ കംപ്ലയിൻറ്റ്സ് നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. വണ്ടി ഈ ലെവലിൽ നമ്മൾ ടയറിൻ്റെ ഈ ഒരു ലെവലിലാണ് വണ്ടി നമ്മൾ ഓടിച്ചത്. അതായത് ടയറിൻ്റെ ഒരു 3/4 ഭാഗം, ടയറിൻ്റെ ഒരു 3/4 ഭാഗം എന്ന നിലയിലാണ് നമ്മൾ വണ്ടി ഓടിച്ചെങ്കിൽ നമ്മൾക്ക് വേറെ ഒരു കംപ്ലയിൻറ്റ് വരാനായിട്ട് യാതൊരു സാധ്യതയില്ല. എയർ ഫിൽറ്ററിലടക്കം വെള്ളം കയറി, ഈർപ്പം കയറി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ആ ലെവലിൽ നമുക്ക് വണ്ടികൾ ഓടിക്കാം. ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ടയറിൻ്റെ ഇത് വിട്ട് ഈ ഒരു ലെവലുണ്ടാവും, ഈ ഒരു ലെവൽ വരെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലയിൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എന്നാൽ നമ്മളുടെ ഹെഡ് ലൈറ്റിൻ്റെ ഈ ഒരു ലെവൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ലെവലിൽ നമ്മൾ വണ്ടി ഓടിച്ചു, വണ്ടി കിടന്നു, വണ്ടി സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും സ്റ്റാർട്ടിങ് പ്രോബ്ലം ഇല്ലെങ്കിൽ പോലും നമ്മളുടെ എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിരിക്കും. അപ്പോൾ എയർ ഫിൽറ്റർ ഇപ്പോൾ ആ ലെവലിൽ നിങ്ങളുടെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ എയർ ഫിൽറ്റർ ഒന്നില്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ എയർ ഫിൽറ്റർ അയച്ചെടുത്തിട്ട് ഹീറ്റർ ഉപയോഗിച്ച് തന്നെ ഹീറ്റ് ചെയ്ത് ഫുള്ളായിട്ട് ഉണക്കിയതിന് ശേഷം റീസെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ലെവലിൽ വെള്ളം കെട്ടി നിന്നു, നമ്മളുടെ വണ്ടി ഫോർച്ചിൽ കിടക്കുകയായിരുന്നു. നമ്മളുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വിട്ടിട്ട്, അതായത് ഇത് വിട്ട് ഇത്രയും ലെവലിൽ നമ്മളുടെ വെള്ളം വീടിൻ്റെ അകത്ത് കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില വണ്ടികൾക്ക് ഫ്യൂവൽ ടാങ്കിൻ്റെ ഓവർഫ്ലോ പൈപ്പിന് എന്താ ലൂസോ കോണ്ടാക്ട്, അതായത് അതിൻ്റെ ക്ലിപ്പ് കറക്റ്റ് ടൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ ഇതിലേക്ക് ഫ്യൂവൽ ടാങ്കിലേക്ക് വെള്ളം വരാം. ആ ലെവലിൽ വെള്ളം വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഫ്യൂവൽ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിരിക്കാം. അപ്പോൾ നിങ്ങൾ മിസ്സിങ്ങോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ഫ്യൂവൽ ടാങ്ക് ഡ്രൈൻ ചെയ്തിട്ട് പുതിയ ഫ്യൂവൽ ടോപ്പപ്പ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ മിസ്സിങ് കാര്യങ്ങൾ വരാം, ഇഞ്ചക്ഷന് കംപ്ലയിൻറ്റ് കാര്യങ്ങൾ വരാം, ഫ്യൂവലിൻ്റെ പമ്പിന് കംപ്ലയിൻറ്റ് കാര്യങ്ങൾ വരാം. അപ്പോൾ ആ ലെവലിൽ നിങ്ങളുടെ വണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ അങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫ്യൂവൽ ഡ്രൈൻ ചെയ്ത് പുതിയ ഫ്യൂവൽ ഒഴിക്കേണ്ടതാണ്. ഈ ലെവലിൽ വെള്ളം വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ എയർ ഫിൽറ്റർ എന്തായാലും റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ എയർ ഫിൽറ്റർ അയച്ച് ചെക്ക് ചെയ്യുക. അതിൻ്റെ വെള്ളത്തിൻ്റെ ഇത് എന്തോരുണ്ടെന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ എയർ ഫിൽറ്റർ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരു ഷോറൂമിലോ അല്ലെങ്കിൽ ഒരു ഗ്യാരേജിലോ പോകേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ്. പല വണ്ടിയുടെ പല ടൈപ്പിലായിരിക്കും അതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ. എന്നാൽ പോലും ഞാനിപ്പോൾ ഇന്നോവയാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇന്നോവയുടെ എയർ ഫിൽറ്റർ എങ്ങനെ ക്ലിയർ ചെയ്യുക, അതിൻ്റെ ഇന്നോവയിൽ അതിൽ എയർ ഫിൽറ്ററിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ക്ലിയർ ചെയ്യണം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു തരാം. എല്ലാം സെയിം പ്രിക്കോഷൻ ആയിരിക്കും, സെയിം പ്രൊസീജിയർ ആയിരിക്കും. പക്ഷേ ചില വണ്ടികളുടെ എയർ ഫിൽറ്ററിൽ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഇന്നോവയുടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. എല്ലാ വണ്ടിയും നമുക്ക് കാണിക്കാൻ പറ്റില്ല, അപ്പോൾ ഇന്നോവയുടെ ഒന്ന് കാണിച്ചു തരാം. ഇന്നോവയുടെ എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എയർ ഫിൽറ്റർ വന്നത് ഇത്രത്തോളം വരും. ഇന്നോവയുടെ എയർ ഫിൽറ്ററിൻ്റെ ഇൻടേക്ക്, അതായത് നമ്മൾ ഇന്നോവയുടെ എയർ ഫിൽറ്ററിലേക്ക് വലിക്കുന്ന എയർ ഫ്ലോൻ്റെ ഇൻടേക്ക് ഇത്രത്തോളം വരും. അപ്പോൾ നമ്മൾക്ക് ഇത്രത്തോളം വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ എയർ ഫിൽറ്ററിലേക്ക് വെള്ളം വരികയുള്ളൂ. ഇത്രത്തോളം വെള്ളം വന്നാൽ പോലും ഇന്നോവ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഈ ഒരു ലൈനിൽ വെള്ളം വന്നാലും ഓടിച്ചുകൊണ്ട് പോകാം. പക്ഷേ ഈ ഒരു ലൈനിലായിട്ടുണ്ടെങ്കിൽ ഈ എയർ ഫിൽറ്ററിലേക്ക് എന്തായാലും വെള്ളം വലിച്ചു കയറാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ക്ലിപ്പുകളാണ്, ഉണ്ടോ? ഈ ക്ലിപ്പ് മാറി, അതുപോലെ തന്നെ ഈ ക്ലിപ്പ് മാറി. അതിനുശേഷം ഹൈറ്റ് ചെയ്യുമ്പോൾ വേണ്ട എയർ ഫിൽറ്റർ. ഇങ്ങനെയുള്ള എയർ ഫിൽറ്റർ ചില വണ്ടികളുടെ റൗണ്ട് ആയിരിക്കും, ചില വണ്ടിയുടെ സ്ക്വയർ ആയിരിക്കും, ചില വണ്ടിയുടെ ഇത്തിരി പരന്നിട്ടായിരിക്കും, ചില വണ്ടിയുടെ ഹെക്സഗൺ ടൈപ്പ് ആയിരിക്കും. അങ്ങനെ പല ടൈപ്പിലാണ് എയർ ഫിൽറ്റർ വരുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ റൗണ്ട് ടൈപ്പാണ്, ഈ ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽ കാണാം. അതായത് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു വകുപ്പില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഹീറ്റ് ചെയ്യുന്ന ഹീറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ ഉണക്കി എടുക്കാൻ പറ്റും. പക്ഷേ അത് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് അതിന് നല്ലത് റീപ്ലേസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നോവയുടെ എയർ ഫിൽറ്റർ വരുന്നത്.
അപ്പോൾ ഓരോ വണ്ടിയുടെ ഓരോ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ എല്ലാ വണ്ടിയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. വെള്ളത്തിൽ ഓടിയ വണ്ടി എന്തായാലും എയർ ഫിൽറ്ററിലേക്ക് ചെറിയ തോതിലെങ്കിലും ഈർപ്പവും കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്രത്തോളം വെള്ളത്തിൽ ഓടിയ വണ്ടി, ഇപ്പോൾ ഇന്നോവ ഞാൻ പറയുന്നില്ല, ചെറു വണ്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ വാഗണറൊക്കെ ആണെങ്കിൽ ഇത്രത്തോളം ഓടിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം ഈ ടയർ മുന്നിൽ ഓടിയിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എയർ ഫിൽറ്ററിലേക്ക് വെള്ളം വരാം. അപ്പോൾ അത് നമ്മൾ നോക്കണം. അപ്പോൾ അയച്ച് ജസ്റ്റ് ഒന്ന് എയർ ഫിൽറ്റർ നിങ്ങൾ ചെക്ക് ചെയ്യുക വെള്ളത്തിൽ ഓടിച്ച വണ്ടി. നിങ്ങളുടെ വണ്ടിയുടെ ടയർ മുങ്ങി വണ്ടി വെള്ളത്തിൽ ഓടി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അടുത്ത സർവീസിൽ, നിർബന്ധമില്ല, അടുത്ത സർവീസിൽ നിങ്ങൾ എല്ലാ ഓയിലും റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം എഞ്ചിൻ ഓയിലിലേക്ക്, ഗിയർ ഓയിലിലേക്ക്, നമ്മുടെ ഡിഫറൻഷ്യൽ ഓയിലിലേക്കൊക്കെ ചെറിയ തോതിൽ വെള്ളത്തിൻ്റെ ഈർപ്പം വന്നിരിക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാ ഓയിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ബ്രേക്കുകൾ സർവീസ് ചെയ്യുക. കാരണം ബ്രേക്കിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഫ്രണ്ട് ബ്രേക്ക്, ഡ്രം ബ്രേക്ക് അങ്ങനെയുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൻ്റെ അംശം വന്നതാണ്. അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തുരുമ്പിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പം തുരുമ്പ് വന്നിട്ട് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഡാമേജും കാര്യങ്ങളും വരും. അപ്പോൾ അതൊന്ന് സർവീസ് ചെയ്താൽ മതി. ജസ്റ്റ് ഇപ്പോൾ ഈർപ്പുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ തന്നെ എന്നിട്ട് ആ പൊടിയും കാര്യങ്ങളും ചെളിയുണ്ട്, അഴുക്കുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ സർവീസിങ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ വണ്ടിയുടെയും ECUം BCUം കാര്യങ്ങളൊന്നും ഫ്ലഡ് ടൈമിൽ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുള്ളത് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. വണ്ടി ഇത്രത്തോളം വെള്ളം മുങ്ങിയ വണ്ടിയാണ്. നമ്മളത് ഷോറൂമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ടോട്ടൽ ലോസിൽ ക്ലെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റൈറ്റ് എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അതല്ല നിങ്ങൾക്ക് ആ വണ്ടി റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം മുങ്ങിയ വണ്ടികൾ നമ്മൾ അതിൽ തന്നെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക. സീറ്റ് സാധനങ്ങളെല്ലാം റിമൂവ്, ഫ്ലോറ്, അതേപോലെ തന്നെ ഡാഷ്ബോർഡ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് പിന്നെ എല്ലാ സാധനങ്ങളും ഉണക്കിയെടുത്ത് അതിൻ്റെ PCM, ECM, ഇമ്മൊബിലൈസർ അങ്ങനെയുള്ള യൂണിറ്റുകളെല്ലാം അഴിച്ചെടുത്ത് സർവീസ് ചെയ്യുക. അതായത് ഇലക്ട്രോണിക് സാധനങ്ങൾ അഴിച്ചെടുത്ത് ഓരോന്നും സർവീസ് ചെയ്യുക. അതിൻ്റെ സ്റ്റീരിയോ സർവീസ് ചെയ്യുക. ഇതൊക്കെ സർവീസ് ചെയ്ത് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി റീസ്റ്റാർട്ട് ആവും. അതേപോലെ തന്നെ എൻജിനിൻ്റെ അതിലേക്ക് എന്തെങ്കിലും വെള്ളം കയറിക്കുക, അപ്പോൾ സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻജക്ടർ റീപ്ലേസ് ചെയ്യാം. ഇൻജക്ടർ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻജക്ടർ ജസ്റ്റ് സർവീസ് ചെയ്താലും മതിയായിരിക്കാം. ഫ്യൂവൽ ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം മുങ്ങിയ വണ്ടികൾ എന്തായാലും ഫ്യൂവൽ ടാങ്കിൽ വെള്ളം ഉണ്ടാകും. ഫ്യൂവൽ ടാങ്ക് ഫുള്ളായിട്ട് അഴിച്ചെടുത്തതിന് ശേഷം ഫുള്ളായി ക്ലിയർ ചെയ്യുക, പുതിയ ഫ്യൂവൽ ഒഴിക്കുക. അങ്ങനെ എല്ലാ വയറിങ്ങുകളും WD-40 അടിച്ച് പക്ക ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ടാകും. ചെറിയ തോതിൽ സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിയാകും. കാരണം കഴിഞ്ഞ കാലത്തൊരു എക്സ്പീരിയൻസ് ഉള്ള കാരണം ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലെയുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വാട്സാപ്പ് ചെയ്യാൻ കുറച്ച് ഡിലേ വന്നാൽ പോലും ഞാൻ റിപ്ലൈ തരാം. കാരണം ഒരുപാട് യൂട്യൂബ് ചാനലുള്ള കാരണം ചിലപ്പോൾ ഒരുപാട് വാട്സാപ്പ് വരും, ഗാരേജ് ഉള്ള കാരണം വാട്സാപ്പ് വരാം. അപ്പോൾ അങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. Hey,